അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അൻആമിൻ്റെ 100 മുതലുള്ള വചനങ്ങളിലേക്ക്. മുൻ മാതൃകകളൊന്നുമില്ലാതെ ഈ പ്രപഞ്ചമഖിലവും ന്യൂനതകളേതുമില്ലാതെ അതിമനോഹരമായി സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. പ്രകൃതിയിലെ വിസ്മയ കാഴ്ചകളിൽ ചിലതിലേക്ക് അള്ളാഹു മനുഷ്യ സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു കഴിഞ്ഞ വചനങ്ങളിൽ. അള്ളാഹുവിൻ്റെ ഏകത്വം, ആസ്തിക്യം അംഗീകരിക്കുന്നതിനാവശ്യമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ചുറ്റിലും വിരിച്ചിട്ടു അള്ളാഹു. ഏകനായ പ്രപഞ്ചനാഥനോട് മറ്റുള്ളവകളെ പങ്കുചേർക്കുന്നവർ ഓർക്കുക, നിങ്ങൾ പങ്കുചേർക്കുന്ന ഏതൊരു വസ്തുവും ഏകനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. ജിന്നുവർഗത്തെ അള്ളാഹുവിന് പങ്കുകാരാക്കി ഒരു വിഭാഗം. ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് ഒരു കൂട്ടർ വാദിച്ചു. ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് മറ്റൊരു കൂട്ടർ. മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണെന്നായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വാദം. സൂറത്തുൽ അൻആമിൻ്റെ 100 മുതലുള്ള വചനങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ. അവർ ജിന്നുകളെ അള്ളാഹുവിന് പങ്കാളികളാക്കിയിരിക്കുന്നു, എന്നാൽ അവരെ അവൻ സൃഷ്ടിച്ചതാണ്. ഒരു വിവരവും കൂടാതെ അവന് പുത്രന്മാരെയും പുത്രിമാരെയും അവർ ആരോപിച്ചുണ്ടാക്കിയിരിക്കുന്നു. അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനും ഉന്നതനുമാകുന്നു. ബദീഉസ് സമാവാതി വൽ അർദ് അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൽ ലഹു സ്വാഹിബ വഖലഖ കുല്ല ശൈഇൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ നിർമ്മിച്ചവനാണവൻ. അവന് എങ്ങനെ ഒരു സന്താനമുണ്ടാകും? അവനൊരു കൂട്ടുകാരിയുമില്ലല്ലോ. എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനുമാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണവൻ. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യക്കാരനാകുന്നു. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തുകയും ചെയ്യും. അതിസൗമ്യനും സൂക്ഷ്മജ്ഞാനമുള്ളവനുമാണവൻ. കണ്ണുകൾ അള്ളാഹുവെ കണ്ടെത്തുകയില്ല അഥവാ പ്രാപിക്കുകയില്ല എന്നത് ഐഹിക ജീവിതത്തിലാണ്. സത്യവിശ്വാസികൾ പരലോകത്ത് അള്ളാഹുവെ കണ്ടുമുട്ടും എന്നതിന് ധാരാളം ഹദീസുകളും ആയത്തുകളും തെളിവാണ്. മരണാനന്തര ജീവിതത്തിൽ കാഴ്ചയുടെ മൂടി നീക്കപ്പെടുമെന്നും ഭൗതിക ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത പലതും കാണാൻ കഴിയുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഖദ് ജാഅകും ബസായിറു മിർ റബ്ബിക്കും ഫമൻ അബ്സറ ഫലിനഫ്സിഹി വമൻ അമിയ ഫഅലൈഹാ വമാ അന അലൈക്കും ബിഹഫീദ്. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്കിതാ കണ്ണു തുറപ്പിക്കുന്ന തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു.
വല്ലവനും അത് കണ്ടറിഞ്ഞാൽ അതിൻ്റെ ഗുണം അവന് തന്നെയാണ്. വല്ലവനും അന്ധത കൈക്കൊണ്ടാൽ അതിൻ്റെ ദോഷവും അവന് തന്നെ. ഞാൻ നിങ്ങളുടെ മേൽ ഒരു കാവൽക്കാരനൊന്നുമല്ല. وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون. അപ്രകാരം നാം വിവിധ രൂപത്തിൽ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു. താങ്കൾ വല്ലവരിൽ നിന്നും പഠിച്ചു വന്നതാണെന്ന് അവിശ്വാസികൾ പറയുവാനും എന്നാൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് നാം കാര്യം വ്യക്തമാക്കി കൊടുക്കുവാനും വേണ്ടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ശത്രുക്കൾ ആരോപിച്ചിരുന്നത് ഇവകളൊന്നും, അതായത് ഈ പറയപ്പെടുന്നവകളൊന്നും അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളല്ല, അദ്ദേഹം ആരിൽ നിന്നൊക്കെയോ പഠിച്ചിട്ട് വന്ന് പറയുകയാണ് എന്നതായിരുന്നു. എന്നാൽ അള്ളാഹു വ്യക്തമാക്കുന്നു, നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നും കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളും തെളിവുകളും വന്നെത്തിയിരിക്കുന്നു. ആരെങ്കിലും അതനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും നന്മകളും അവർക്ക് തന്നെ. ആരെങ്കിലും ഇതിനോട് അന്ധത നടിച്ചാൽ ഭവിഷ്യത്തുകളും അവർക്ക് തന്നെ. ഒന്നുകൂടി അള്ളാഹു വ്യക്തമാക്കുന്നു, പ്രപഞ്ചനാഥനിൽ നിന്നുള്ള സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന കർത്തവ്യം മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളൂ. താങ്കൾ ആരുടെ മേലും ഒരു കാവൽക്കാരനൊന്നുമല്ല. ഇത്തബിഉ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക് ലാ ഇലാഹ ഇല്ലാ ഹു വഅഅ്രിദ് അനിൽ മുശ്രികീൻ. താങ്കൾക്ക് താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ബോധനം നൽകപ്പെട്ടതിനെ താങ്കൾ പിന്തുടരുക. അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. ബഹുദൈവവാദികളിൽ നിന്ന് താങ്കൾ തിരിഞ്ഞു കളയുക. വലൗ ശാഅ അല്ലാഹു മാ അശ്റകൂ വമാ ജഅൽനാക അലൈഹിം ഹഫീളാ വമാ അൻത അലൈഹിം ബിവകീൽ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ അവനോട് പങ്കു ചേർക്കുമായിരുന്നില്ല. താങ്കളെ നാം അവരുടെ മേൽ ഒരു കാവൽക്കാരനാക്കിയിട്ടുമില്ല. താങ്കൾ അവരുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനുമല്ല. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്. അവർ വിവരമില്ലാതെ അതിക്രമമായി അള്ളാഹുവെ ശകാരിക്കാൻ അത് കാരണമായേക്കും. അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനം നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. പിന്നീട് അവരുടെ രക്ഷിതാവിങ്കലേക്കാണ് അവരുടെ മടക്കം. അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അപ്പോൾ അവൻ അവരെ അറിയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ആരിൽ നിന്നൊക്കെയോ പഠിച്ചു വന്നതാണെന്ന സത്യനിഷേധികളുടെ ആക്ഷേപം മുസ്ലിങ്ങളെ സ്വാഭാവികമായും ചൊടിപ്പിക്കുകയും പ്രകോപിതരാക്കുകയും ചെയ്യും. അത് എതിരാളികളുടെ ആരാധ്യ വസ്തുക്കളെ ശകാരിക്കുവാൻ കാരണമായി തീരും. അങ്ങനെ വന്നാൽ അള്ളാഹുവെപ്പറ്റി മനസ്സിലാക്കേണ്ട ക്രമത്തിൽ മനസ്സിലാക്കാത്ത മുശ്രിക്കുകൾ കോപാകുലരായി അള്ളാഹുവെ ശകാരിക്കുവാൻ അത് കാരണമാകും. ഓരോ സമുദായത്തിൻ്റെയും പ്രവൃത്തി അത് സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിട്ടുണ്ടെങ്കിലും അവർക്കത് നല്ലതായി തോന്നും. മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ ശകാരിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നതിന് വിലക്കുകയാണിവിടെ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ചില ഖുറൈശി പ്രമുഖർ അബൂ താലിബിൻ്റെ അടുക്കലെത്തി ഇപ്രകാരം പറഞ്ഞു: ഓ അബൂ താലിബ്, മുഹമ്മദും അനുയായികളും നമ്മുടെ ദൈവങ്ങളെ ചീത്ത പറയുന്നതിൽ നിന്നും അപമാനിക്കുന്നതിൽ നിന്നും താങ്കൾ അവരെ തടയണം. അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ ഞങ്ങളും തെറി പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിലാണ് മേൽ സൂക്തം അവതരിക്കുന്നത്. ഖുർത്തുബി 7:61 വ്യക്തമാക്കുന്നു: وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِنْ جَاءَتْهُمْ آيَةٌ
ലഇൻ ജാഅതുഹും ആയത്തുൻ ലയുഅ്മിനുന്ന ബിഹാ ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹ് വമാ യുശ്ഇറുകും അന്നഹാ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ. തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും വന്നു കിട്ടുന്ന പക്ഷം അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ അള്ളാഹുവിൻ്റെ പേരിൽ തങ്ങളെ കൊണ്ടാവും വിധം ഉറപ്പിച്ച് സത്യം ചെയ്തു പറയുന്നു. പറയുക, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിൽ മാത്രമാണുള്ളത്. നിങ്ങൾക്കെന്തറിയാം? അത് വന്നു കിട്ടിയാൽ തന്നെ അവർ വിശ്വസിക്കുന്നതല്ല. വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാലം യുഅ്മിനൂ ബിഹി അവ്വല മറത്തിൻ വനദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഇതിൽ, അതായത് വിശുദ്ധ ഖുർആനിൽ ആദ്യ തവണ അവർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ഇപ്പോഴും നാം അവരുടെ മനസ്സുകളെയും കണ്ണുകളെയും മറിച്ചുകൊണ്ടിരിക്കും. അവരുടെ ധിക്കാരവുമായി വിഹരിച്ചു കൊള്ളുവാൻ നാം അവരെ വിട്ടേക്കുകയും ചെയ്യും. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വിശുദ്ധ ഖുർആൻ. അതിനെ അതിജയിക്കുന്ന ഒന്ന് അതിനു മുമ്പോ ശേഷമോ ഉണ്ടായിട്ടുമില്ല. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വിസ്മരിച്ചുകൊണ്ടാണ് അവർ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നത്. മൂസാ നബി അലിഹിസ്സലാമയിൽ നിന്നുണ്ടായതുപോലെ, ഈസാ നബി അലിഹിസ്സലാമയിൽ നിന്നുമുണ്ടായതുപോലെ അത്ഭുത പ്രവർത്തികൾ കാണിക്കണം, എന്നാൽ തങ്ങൾ വിശ്വസിക്കാമെന്ന് അവർ സത്യം ചെയ്ത് പറയുന്നു. അങ്ങനെ ഒരു അത്ഭുത ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താൽ അവർ വിശ്വസിക്കുമല്ലോ എന്ന ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്കും ഉണ്ടായി. ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടവരോടുള്ള മറുപടി ഇതാണ്: ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ പക്കലാണ്. അത് കാണിച്ചാൽ അവർ വിശ്വസിക്കുമോ എന്ന അറിവും അള്ളാഹുവിൻ്റെ പക്കലാണ്. സത്യവിശ്വാസികളോട് അള്ളാഹു വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: ആവശ്യപ്പെട്ട ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താൽ തന്നെ അവർ വിശ്വസിക്കുകയില്ല. മാത്സര്യ ബുദ്ധിയാണ് അവരുടെ മനസ്സുകളിൽ. ദുർമാർഗത്തിൽ ഉറച്ചുപോയതിനാൽ എന്ത് ദൃഷ്ടാന്തം കണ്ടാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഹൃദയങ്ങളെയും കണ്ണുകളെയും മറിക്കുമെന്ന് പറഞ്ഞത് അവരുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കും മുദ്ര വച്ചിരിക്കുന്നു എന്ന് മുമ്പ് പറഞ്ഞതുപോലെയുള്ള പ്രയോഗമാണ്. ഒന്നാം വട്ടം അവർ വിശ്വസിക്കാതിരുന്നത് പോലെ എന്ന് പറഞ്ഞത് അതിമഹത്തായ ഒരു ദൃഷ്ടാന്തം അവർ മുമ്പ് കണ്ടിരുന്നു: ചന്ദ്രൻ രണ്ടായി പിളരുക എന്ന ദൃഷ്ടാന്തം. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. അതിനുശേഷവും വിശ്വസിക്കാതിരുന്നവരാണവർ. ഹൃദയം കൊണ്ടും കണ്ണുകൾ കൊണ്ടും സത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. അതിനാൽ തന്നെ അവർ സന്മാർഗം പ്രാപിക്കുകയില്ല എന്ന് സാരം. സൂറത്തുൽ അൻആമിൻ്റെ 100 മുതൽ 110 വരെ ആയത്തുകളാണ് നാം മനസ്സിലാക്കിയത്. 111 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.